പൂർണ്ണമായും കൽക്കരിയെ ആശ്രയിച്ച് വ്യാവസായിക മുന്നേറ്റം നടത്തിയിരുന്ന ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ തന്നെ സോളാർ വിപ്ലവത്തിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം 44 ജിഗാവാട്ട് ശേഷി കൂട്ടിച്ചേർത്തുകൊണ്ട് രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ കുതിപ്പിലാണ്. ഇതോടെ ആകെ ഇൻസ്റ്റാൾ ചെയ്ത സോളാർ ശേഷി 154 ജിഗാവാട്ടിലെത്തി. ഇതോടെ ചൈനയ്ക്കും US-നും തൊട്ടു പിന്നിലായി ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ വിപണിയായി ഇന്ത്യ മാറി. സൗരോർജ്ജ മേഖലയിലെ വാർഷിക വളർച്ചാ നിരക്ക് 40% തുടരുമ്പോൾ 2030ഓടെ ഉൽപാദനശേഷി ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു പ്രമുഖ രാജ്യം ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജ്ജത്തെ മുൻനിർത്തി വ്യാവസായിക വികസനത്തിലേക്ക് കുതിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ആകെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 70% കൽക്കരി നിലയങ്ങളിൽ നിന്നാണെങ്കിലും 2035ഓടെ ഇത് 50% താഴെയായി കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്ന സൗരോർജ്ജ സാങ്കേതിക വിദ്യകൾ വിപണി കീഴടക്കുന്നതോടെ പുതിയ കൽക്കരി നിലയങ്ങളുടെ നിർമ്മാണം പടിപടിയായി കുറയ്ക്കുകയാണ്. രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യത്തിന്റെയും പകുതിയും വരും വർഷങ്ങളിൽ സോളാർ വഴി നിറവേറ്റാൻ സാധിക്കുമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസിയും സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്തെ ഈ സ്വപ്നതുല്യമായ വളർച്ചയ്ക്ക് പിന്നിൽ അനുകൂലമായ ഭൂപ്രകൃതിയും ഉദാരമായ സർക്കാർ നയങ്ങളുമാണ്. ഇൻഡോ പാക് അതിർത്തിക്കടുത്ത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ പടുത്തുയർത്തുന്ന 726 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗൗദ് സോളാർ പാർക്ക് ഇതിന് മികച്ച ഉദാഹരണമാണ്. പൂർത്തിയാകുമ്പോൾ 30 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കായി മാറും. ഏകദേശം 2.5 കോടി വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി നൽകാൻ ഈ ഒറ്റ പദ്ധതിയിലൂടെ ഇന്ത്യക്ക് സാധിക്കും. വൻകിട പദ്ധതികൾക്ക് പുറമെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾക്കും സർക്കാർ ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ തന്നെ ഉന്നത നിലവാരമുള്ള സോളാർ PV മൊഡ്യൂളുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയും ഏവർക്കും എളുപ്പത്തിൽ ഹരിത ഊർജം വാങ്ങാൻ സഹായിക്കുന്ന ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ് നിയമങ്ങളും സോളാർ മേഖലയുടെ വേഗത വർദ്ധിപ്പിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സൗരോർജ്ജ സാങ്കേതിക വിദ്യകൾ കയറ്റുമതി ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും തദ്ദേശീയ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ മന്ത്രാലയം ALMM നയം പ്രാബല്യത്തിൽ വരുത്തി. ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ഈ പട്ടികയിൽ ഉൾപ്പെട്ട തദ്ദേശീയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ സർക്കാരിന്റെ സബ്സിഡി പദ്ധതികളിൽ പങ്കാളികളാകാൻ അനുമതിയുള്ളൂ. നിലവിൽ സോളാർ സെല്ലുകളുടെ തദ്ദേശീയ ഉൽപാദന ശേഷി പ്രതിവർഷം 30 ജിഗാവാട്ടായി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വലിയ നേട്ടങ്ങൾക്കിടയിലും ചില സാങ്കേതിക വെല്ലുവിളികൾ ഇന്ത്യ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും ഉപഭോക്താക്കളിൽ എത്തിക്കാനുള്ള ട്രാൻസ്മിഷൻ ഗ്രിഡുകളുടെ അഭാവമാണ്. കഴിഞ്ഞ വർഷം മാത്രം പടിഞ്ഞാറൻ മരുഭൂമി പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച സോളാർ ഊർജത്തിന്റെ 40%-ഓളം പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചില്ല. ഗ്രിഡിലെ ശേഷിക്കുറവ് മൂലം രാജസ്ഥാനിലെ ഫ്ലാദി, ജയ്സാൽമേർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പീക്ക് സമയങ്ങളിൽ വൻതോതിൽ ഉൽപാദന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം 4.3 ജിഗാവാട്ടോളം ഉൽപാദന ശേഷിയാണ് ഉപയോഗിക്കാനാകാതെ പോകുന്നത്. ഗ്രിഡിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കാതിരിക്കാൻ അദാനി, NTPC, JSW തുടങ്ങിയ വൻകിട വികസന ഏജൻസികൾക്ക് പകൽ സമയത്തെ ഉൽപാദനം കുറയ്ക്കേണ്ടി വരുന്നത് മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാനായി $100 ബില്യൺ ബൃഹത്തായ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. 2032ഓടെ ദേശീയ ഗ്രിഡിന്റെ ശേഷി 30% കണ്ട് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗ്രീൻ എനർജി കോറിഡോർ വഴി രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സോളാർ സമ്പന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ആവശ്യകത കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പുതിയ വൈദ്യുതി ലൈനുകളുടെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്.